ഹായ് ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. വിച്ച് സിംറ്റംസ് ഈസ് ആൻ ഏർലി ഇൻഡിക്കേറ്റർ ഓഫ് ഹൈപ്പോക്സിയ ഇൻ ആൻ അൺകോൺഷ്യസ് ക്ലയൻറ്റ്? ഓപ്ഷൻ സൈനോസിസ്, ഡിക്രീസ്ഡ് റെസ്പിറേഷൻ, റെസ്റ്റ്ലെസ്നെസ്, ഹൈപ്പോടെൻഷൻ. ആൻസർ റെസ്റ്റ്ലെസ്നെസ്. When oxygen level begin to fall, the brain is affected early. This can produce restlessness, agitation, anxiety, or confusion. Therefore, restlessness is considered an early indicator of hypoxia. ഓക്സിജന്റെ ലെവൽ കുറയാൻ തുടങ്ങുമ്പോൾ അത് ആദ്യം ബാധിക്കുന്നത് ബ്രെയിനിനെയാണ്. അതിന്റെ ഫലമായി റെസ്റ്റ്ലെസ്നെസ്, ആങ്സൈറ്റി, അജിറ്റേഷൻ, കൺഫ്യൂഷൻ എന്നിവ ഉണ്ടാകാം. അതിനാൽ ഹൈപ്പോക്സിയയുടെ ഏർലി ഇൻഡിക്കേറ്റർ റെസ്റ്റ്ലെസ്നെസ് ആണ്. ഇവിടെ സൈനോസിസ് എന്ന് വെച്ചാൽ ചർമ്മം എന്ന് വെച്ചാൽ സ്കിന്ന്, ടങ്ക്, ലിപ്സ് ഇത് നീല നിറമാകുന്നത്. പിന്നെ ഡിക്രീസ്ഡ് റെസ്പിറേഷൻ എന്ന് വെച്ചാൽ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി, ബ്രീത്തിങ് വന്നിട്ട് കുറയുന്നത്. റെസ്റ്റ്ലെസ്നെസ് എന്ന് വെച്ചാൽ അസ്വസ്ഥത. ഓക്കെ, അടുത്ത ഹൈപ്പോടെൻഷൻ എന്ന് വെച്ചാൽ രക്തസമ്മർദ്ദം കുറയുക എന്ന് വെച്ചാൽ ബ്ലഡ് പ്രഷർ കുറയുന്നതിനെയാണ് ഹൈപ്പോടെൻഷൻ എന്ന് പറയുന്നത്. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.